ഹായ് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൂഗിൾ പേയും ഫോൺ പേയും ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഏപ്രിൽ 1 മുതൽ ആ മാറ്റം സംഭവിക്കും. ശ്രദ്ധിച്ചില്ല, നിങ്ങളുടെ കാശ് പോകും. പ്രവർത്തനരഹിതമായ മൊബൈൽ നമ്പറുകളിൽ നിന്ന് അടുത്ത മാസം ആദ്യം മുതൽ UPI സേവനങ്ങൾ നടത്താൻ സാധിക്കില്ലെന്ന് മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു. അനധികൃത ഇടപാടുകളും തട്ടിപ്പുകളും തടയുന്നതിൻ്റെ ഭാഗമായാണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI ബാങ്കുകളോടും മറ്റ് സേവനദാതാക്കളോടും നിർദ്ദേശിച്ചിരിക്കുന്നത്. UPI സേവനങ്ങൾക്കായി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുകൾ സജീവമാണോ എന്ന് ഉപയോക്താക്കൾ പരിശോധിക്കണമെന്നും NPCI അറിയിച്ചിട്ടുണ്ട്. UPI ഇടപാടുകൾക്കായി ബന്ധിപ്പിച്ചിട്ടുള്ള പ്രവർത്തനരഹിതമായ നമ്പറുകൾ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നതിനെ തുടർന്നാണ് ഉപയോക്താക്കൾ അവരുടെ നമ്പറുകൾ പ്രവർത്തനരഹിതമാക്കുകയോ മാറ്റുകയോ ചെയ്താൽ UPI ഇടപാടുകൾക്കായി ആ നമ്പർ തന്നെ ഉപയോഗിക്കുകയാണ്. ഇത് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രവർത്തനരഹിതമായ നമ്പറുകൾ ഉപയോഗിച്ച് തട്ടിപ്പുകാർക്ക് വളരെ എളുപ്പത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ സാധിക്കും. ഇത് തടയുന്നതിനായി ഇടപാട് ആപ്ലിക്കേഷനുകളായ ഗൂഗിൾ പേ, ഫോൺ പേ, Paytm എന്നിവയിൽ നിന്ന് എത്രയും വേഗം പ്രവർത്തനമായ നമ്പറുകൾ മാറ്റേണ്ടതുണ്ട് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പുതിയ നിയമം ബാങ്കുകൾ എങ്ങനെ നടപ്പിലാക്കുമെന്ന് നമുക്ക് നോക്കാം. ബാങ്കുകളും മറ്റ് സേവനദാതാക്കളും പ്രവർത്തനരഹിതമായതും പുനർനിർമ്മിച്ചതുമായ നമ്പറുകൾ ആപ്ലിക്കേഷനുകളിൽ നിന്ന് നീക്കം ചെയ്യും. ഇത്തരത്തിലുള്ള നമ്പറുകൾ നീക്കം ചെയ്യുന്നതിന് മുമ്പ് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകും. മുന്നറിയിപ്പ് നൽകിയിട്ടും പ്രവർത്തനരഹിത നമ്പറുകൾ UPI ഇടപാടുകളിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ അത് അവർ തന്നെ നീക്കം ചെയ്യും. കൃത്യമായ സമയപരിധിക്കുള്ളിൽ ഇത് നീക്കം ചെയ്തിരിക്കണം. ആരെയാണ് ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മൊബൈൽ നമ്പർ മാറിയ വിവരം ബാങ്കിനെ അറിയിക്കാത്തവര്, ദീർഘനാളുകളായി പ്രവർത്തനരഹിതമായ നമ്പറുള്ള ഉപഭോക്താക്കളെ, ബാങ്കുമായി ഇടപാട് നടത്തുന്ന നമ്പർ മാറ്റിയവരെ, പഴയ നമ്പർ മറ്റാർക്കെങ്കിലും ഉപയോഗിക്കാൻ നൽകിയവരെ, ഇവരെയൊക്കെ ഇത് സാരമായിട്ട് ബാധിക്കും. UPI എങ്ങനെ സജീവമാക്കാം എന്ന് നമുക്ക് നോക്കാം. UPI നൽകിയിരിക്കുന്ന നമ്പറിൽ നിന്ന് ആരെയെങ്കിലും വിളിച്ചോ സന്ദേശം അയച്ചോ നിങ്ങൾക്ക് പരിശോധിക്കാം. അക്കൗണ്ടിൽ നിന്നുള്ള സന്ദേശങ്ങൾ, OTPകൾ എന്നിവ നമ്പറിൽ വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നെറ്റ് ബാങ്കിങ്, UPI ആപ്ലിക്കേഷനുകൾ, ATM ബാങ്കുകൾ സന്ദർശിക്കുക തുടങ്ങിയവ ചെയ്ത് നിങ്ങളുടെ UPI ആയി ബന്ധപ്പെടുത്തിയിരിക്കുന്ന നമ്പർ സജീവമാക്കുക. OTP അറിയുന്നത് നിങ്ങളുടെ നമ്പറുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ഈ നമ്പറുകൾ പ്രവർത്തനരഹിതമാകുകയോ മറ്റൊരാൾ വീണ്ടും ഉപയോഗിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ഇടപാടുകൾ പരാജയപ്പെടാനോ പണം തെറ്റായ അക്കൗണ്ടിലേക്ക് പോകാനോ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോസിന് വേണ്ടി പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. ഓൾവേസ് സ്റ്റേ ഗുഡ് ആൻഡ് സ്റ്റേ ഹാപ്പി.